ഓണത്തെ വരവേൽക്കാൻ ആദ്യം ഒരുങ്ങുന്നത് പൂക്കളാണ്. തൊടിയിലും ആറ്റുവക്കിലും എന്ന് വേണ്ട ഗ്രാമങ്ങളെ ഒന്നാകെ നിറത്തിൽ മുക്കുന്ന പൂക്കാലം കൂടിയാണ് ഓണം. തുമ്പ, മുക്കുറ്റി, ചെമ്പരത്തി, അരിപ്പൂ, കാക്കപ്പൂ, കോളാമ്പി, കൃഷ്ണകിരീടം, കാശിത്തുമ്പ, ശംഖുപുഷ്പം ഇങ്ങനെ നാടൻ പൂക്കളുടെ സമൃദ്ധമായ കാഴ്ചയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ പൂക്കളങ്ങളിൽ. സമൃദ്ധമായ ഒരു ഓണക്കാലത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ഈ നാട്ടുപൂക്കളെ ഒഴിച്ചു നിർത്തുക എളുപ്പമല്ല. പുതിയ തലമുറയ്ക്ക് ഇവ പേരറിയ പൂക്കളാണെങ്കിലും ഇവയോരോന്നിന്റെയും പേരുകൾ നാട്ടിൻപുറത്തെ പഴയ തലമുറയുടെ ഓർമ്മകളിൽ ഇപ്പോഴും വിടർന്നു നിൽക്കുന്നുണ്ട്. ഇന്ന് എല്ലാ പൂക്കളങ്ങൾക്കും ഒരേ നിറമാണ്, ചെണ്ടുമല്ലിയുടെയും ജമന്തിയുടെയും നിറങ്ങൾ. കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഓണവിപണിയിലെത്തുന്ന പൂക്കളാണ് ഇന്ന് അത്തം മുതൽ 10 ദിവസവും മുറ്റത്തെ പൂക്കളങ്ങളെ അലങ്കരിക്കുന്നത്. ദശപുഷ്പങ്ങൾ ഉപയോഗിച്ച് പൂക്കളമിടുന്നതായിരുന്നു പഴയ നാട്ടുനടപ്പ്. കറുക, മുക്കുറ്റി, തിരുതാളി, നിലപ്പന, കയ്യോന്നി, ചെറുള, വിഷ്ണുകാന്തി, പൂവാങ്കുറുന്തൻ, മുയൽച്ചെവിയൻ, ഉഴിഞ്ഞ എന്നിവയാണ് ആ 10 പൂക്കൾ. തുമ്പയും തുളസിയും ചെമ്പരത്തിയും ഒന്നും ഈ ലിസ്റ്റിൽ പെടുന്നില്ല എങ്കിലും ഇവയില്ലാത്ത ഒരാഘോഷവും ഉണ്ടായിരുന്നില്ല. എന്നും പൂക്കളത്തിലെ താരമായിരുന്നത് ശുഭ്രവസ്ത്രധാരിയായ തുമ്പ തന്നെയായിരുന്നു. ഓണപ്പൂക്കളിൽ ഏറ്റവും ആവശ്യം വേണ്ട പൂവാണ് മുക്കുറ്റി. എന്നാൽ ഇന്ന് മുക്കുറ്റി എന്നത് നാട്ടിൻപുറങ്ങളിൽ മാത്രം അപൂർവമായി കണ്ടുവരുന്നതാണ്. പൂക്കളങ്ങളിൽ പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ഈ സുന്ദരിക്ക്. എന്നാൽ ഇന്ന് ഈ സ്ഥാനമെല്ലാം മാർക്കറ്റ് പൂക്കൾ കൈയടക്കി. മഞ്ഞ നിറത്തിലുള്ള കോളാമ്പിപ്പൂ ഏവരുടെയും മനം നിറയ്ക്കുന്നതാണ്. മാത്രമല്ല കണ്ണിന് കുളിർമ പകരുന്ന ഒരു പൂവാണിത്. എന്നാൽ ഇന്ന് അത്തപ്പൂക്കളത്തിൽ പോയിട്ട് വീടുകളിൽ പോലും കോളാമ്പിപ്പൂവിനെ കാണാറില്ല. മുല്ലപ്പൂവിനെ പൂക്കളത്തിൽ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും ഓണത്തിന് മുല്ലപ്പൂവിനും പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുല്ലപ്പൂ പോലും പണം കൊടുത്ത് സ്വന്തമാക്കേണ്ട ഗതികേടിലാണ് മലയാളി. അരിപ്പൂക്കൾ വിതറാതെ പൂക്കളങ്ങൾ പണ്ട് പൂർണ്ണമാകാറില്ലായിരുന്നു. വേലിപ്പരുത്തി എന്നാണ് വിളിപ്പേര്. ശംഖുപുഷ്പം കണ്ണെഴുതാത്ത ഓണപ്പൂക്കളത്തിന് ഒരിത്തിരി ചന്തം കുറവായി തോന്നും. ഈ കാലത്തിന്റെ ഓണപ്പൂക്കളങ്ങളിൽ ഈ പൂക്കളെല്ലാം പുറത്തു തന്നെ നിൽക്കുമെങ്കിലും നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും ഇവയെ പുറത്താകാതെ നോക്കേണ്ടതുണ്ട്. പരിസ്ഥിതി സംരക്ഷണം വൃക്ഷത്തൈകൾ മാത്രം വച്ചുപിടിപ്പിക്കുന്നത് മാത്രമാകാതെ ഇത്തരം പൂക്കളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്.